പോക്കോയുടെ പോക്കോ X6 ന്യൂ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ള പുതിയ റിപ്പോർട്ടുകളൊക്കെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ X6 ന്യൂ എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വന്നേക്കാം. പിന്നെ ഇതിൽ OLED പാനലും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. പഞ്ചോൾ ഡിസൈനും ഈ ഫോണിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatek dimensity 6080 എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നതായിരിക്കും. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയേണ്ടതാണ്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. Android 13 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 64 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ 2 MP ഒരു സെൻസറും ഇതിൽ വന്നേക്കാം. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഇതിൽ വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വന്നേക്കാം. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പോക്കോയുടെ സ്മാർട്ട് ഫോണാണ്. പൊതുവേ ഇപ്പം പോക്കോ റെഡ്മിയുടെ ഫോണുകൾ റീബ്രാൻഡ് ചെയ്തിട്ടാണ് ഇറക്കാറ്. ഈ ഒരു ഫോണും ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റെഡ്മിയുടെ റെഡ്മി നോട്ട് 13R Pro എന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ആ ഒരു ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും പോക്കോ X6 ന്യൂ എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ റെഡ്മി നോട്ട് 13R Proയിൽ 108 MP മെയിൻ ക്യാമറ സെൻസർ വന്നേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ പോക്കോയിലോട്ട് വരുമ്പം അതിന് പകരം 64 MP മെയിൻ ക്യാമറ സെൻസർ ആയേക്കാം. ബാക്കി ഫീച്ചേഴ്സൊക്കെ സെയിം ആയിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. നവംബർ 20 റെഡ്മി നോട്ട് 13R Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം ഇന്ത്യൻ മാർക്കറ്റിലോട്ട് പോക്കോ ബ്രാൻഡിങ്ങിൽ ഈ സ്മാർട്ട് ഫോൺ വരുന്നതായിരിക്കും. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് മാർക്കറ്റിൽ റെഡ്മി നോട്ട് 13R Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 1999 യുവാൻ എന്ന പ്രൈസിങ്ങിലായിരിക്കും ലോഞ്ച് ചെയ്യുക എന്നാണ് പറയപ്പെടുന്നത്. അതായത് 23,500 രൂപ പ്രൈസ് റേഞ്ചിൽ. പക്ഷേ പോക്കോ ബ്രാൻഡിങ്ങിൽ ഈ സ്മാർട്ട് ഫോൺ വരുമ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോണിൻ്റെ വില അത്രയും വരാൻ ചാൻസ് ഇല്ല. പൊതുവേ പോക്കോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം ഈ ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പം ചിലപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 15,000 അല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 15,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും പോക്കോയുടെ പോക്കോ X6 ന്യൂ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു 5G സ്മാർട്ട് ഫോൺ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ. നല്ലൊരു പ്രൈസിങ്ങിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. 15,000 എന്നുള്ളത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രൈസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും പോക്കോ X6 ന്യൂ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.